ഹലോ വെൽക്കം. നിങ്ങൾക്കറിയാലോ SSC അവരുടെ എക്സാം വെണ്ടറിനെ മാറ്റിയിട്ടുണ്ട്. നേരത്തെ TCS നടത്തിക്കൊണ്ടിരുന്ന എക്സാം ഇനി നടത്തിയ എഡ്യൂക്കേറ്റിയാണ്. ഈ എക്സാം വെണ്ടർ മാറിയപ്പോൾ ആ എക്സാം വെണ്ടറിനൊപ്പം തന്നെ എക്സാം പാറ്റേണിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളൊരു ബ്രീഫ് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയിട്ടുണ്ട് പുതിയതായിട്ട് എഡ്യൂക്കേറ്റ് ചോദിക്കാൻ പോകുന്നത്. അതോടൊപ്പം ഈ ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ ഇനി എന്തൊക്കെ ചോദിക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് സർപ്രൈസ് എലമെന്റ് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന SSCയുടെ റീസണിങ്ങിൽ പുതിയ പാറ്റേണിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു സെറ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. എന്താണ് മോഡുലാർ അരിത്തമെറ്റിക് പ്രോബ്ലംസ് എന്ന് പറയും. മോഡുലാർ അരിത്തമെറ്റിക് പ്രോബ്ലംസ് ഇത് വളരെ സിമ്പിൾ ആയ ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇത് എന്താണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തലാണ് ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, വളരെ ഒരു സിംഗിൾ ലൈനിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ? 20 + 10 / 3 + 5 × 4 - 25 mod 6. ഈ mod 6 ഉപേക്ഷിച്ച് ബാക്കി എന്താന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 20 + 10 30, 30/3 10, 10 + 5 × 4 20, 30, 30 - 25 5 ആണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 5 mod 6. ഈ 5 mod 6 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 5നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ കിട്ടും? അതാണ് ഈ 5 mod 6ന്റെ ആൻസർ. 5നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ കിട്ടും? നിങ്ങൾ ഡിനോട്ട് ചെയ്തോളൂ. റിമൈൻഡർ എത്ര കിട്ടും? ബാലൻസ് എന്തുണ്ടാവും? 5നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ 6 5ൽ എത്ര ടൈം ഉണ്ട്? 0 ടൈംസ്. അപ്പൊ 0. റിമൈൻഡർ എത്ര ആണ്? 5 ആണ് റിമൈൻഡർ. അപ്പൊ ആൻസർ എന്തോ ഒരു 5. റിമൈൻഡർ എന്തോ അതാണ് ഉത്തരം. കോഷ്യന്റിലേക്ക് പോവരുത്. റിമൈൻഡർ എന്തോ അതാണ് ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. 9 + 16 mod 8. 9 + 16 25. 25 mod 8 എന്ന് പറഞ്ഞാൽ 25ൽ 8 എത്ര വട്ടം? 3 വട്ടം. 24. റിമൈൻഡർ എത്ര? ബാലൻസ് എവിടെ? ബാലൻസ് 1. സോ റിമൈൻഡർ 1 ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് റിമൈൻഡർ 1. റിമൈൻഡർ ആണ് ഉത്തരം. മോഡ് വെച്ച് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കിട്ടുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്തിട്ട് ബാലൻസ് എന്ത് കിട്ടുന്നോ അതാണ് മോഡ് വെച്ച് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. 18 + 27. 18 + 27 എന്താണ്? 27 + 10 37. 37 + 8 45. 45 / 4. അത് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45/4 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 4 11 ടൈംസ്. 11 ടൈംസ് എന്ന് പറഞ്ഞാൽ 44. റിമൈൻഡർ എന്താണ്? 0 1. റിമൈൻഡർ 1 ആണ്. സോ 1 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2² + 3² mod 4. 2² + 3² mod 4. 2² എന്താണ്? 4 + 3² എന്താണ്? 9. അപ്പൊ ടോട്ടൽ 13. 13 mod 4. 13/4. 13/4 എന്താണ്? 3 ടൈംസ് 12. റിമൈൻഡർ എത്രയാണ്? 1. എപ്പോഴും റിമൈൻഡർ 1 എന്ന് വരുന്നു. അതുകൊണ്ട് 1 ആയിരിക്കും മിക്കപ്പോഴും ഉത്തരം. അങ്ങനെയൊന്നും വിചാരിച്ചേക്കല്ല. ഞാൻ എടുത്ത ക്വസ്റ്റ്യന്റെ ഒരു പ്രശ്നമാണ്. 1 ആണ് ഇവിടെ റിമൈൻഡർ വന്നിരിക്കുന്നത്. കോഷ്യന്റ് അല്ല, റിമൈൻഡർ 1. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തതാണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 19 - 25. 19 - 25 എന്താണ്? 19 - 25 6 ആണോ? അല്ല, -6. 19 - 25 -6. ഇതൊരു മോഡുലസ് വാല്യൂലാണ്, മോഡുലസിലാണ് ഇട്ടേക്കുന്നത് അല്ലേ? മോഡിലാണ് ഇട്ടേക്കുന്നത്. -6. മോഡ് -6 എന്ന് പറഞ്ഞാൽ മോഡ് വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മോഡ് വാല്യൂസ് എല്ലാം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം -6ന്റെ മോഡ് വാല്യൂ എന്താണ്? +6 അല്ലേ? +6. 6/4 എന്ന് പറഞ്ഞാൽ 1 ടൈം 4. ബാലൻസ് എത്ര ആണ്? 2. അപ്പൊ റിമൈൻഡർ എത്ര വന്നു? 2 ആണ് റിമൈൻഡർ. എപ്പോഴും ഓർത്തോളുക, മോഡുലസിന്റെ അകത്താണെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരത്തില്ല. അതോടൊപ്പം മോഡ് 4ന്റെ ഉത്തരം കോഷ്യന്റ് അല്ല, റിമൈൻഡർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊരു പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും എഡ്യൂക്കേറ്റിയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കുറച്ച് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഓരോ ദിവസവും വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് വീഡിയോ കാണത്തുള്ളൂ. മാക്സിമം ഒരു 5 മിനിറ്റ് വീഡിയോ. സോ നിങ്ങളൊരു വണ്ടി ഒന്ന് ട്രാവൽ ചെയ്യുന്ന സമയമാണെങ്കിൽ ഇതുപോലത്തെ പുതിയ ക്വസ്റ്റ്യൻസ് പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ന്യൂ പാറ്റേൺ പരിചയപ്പെടാൻ പറ്റും. ഓക്കെ, ബൈ.